സ്റ്റോക്കിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്. സ്റ്റോക്കിൽ ഗൈഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്നിപ്പോൾ ഒരു സംഭവം, ഞാനൊരു ക്ലയൻറ്റിനെ വിളിച്ച സമയത്ത് ക്ലയൻറ്റിൻ്റെ 2 ലക്ഷം ദിർഹംസാണ് പോയിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഒരാളെ പുള്ളിയെ വിളിക്കുന്നു, പുള്ളിയെ വിളിച്ചിട്ട് പറയുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബെനിഫിറ്റ് ആണ്. അങ്ങനെ ഇത് പണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെയാണ്, സെയിം കൺസെപ്റ്റ്. അപ്പം എനിക്ക് സംഭവിച്ച സമയത്ത് ഉണ്ടായിരുന്ന പോലെ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സെയിം ടു സെയിം ഒട്ടിട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, അതിനുശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചെറിയ പ്രോഫിറ്റ് ആദ്യം എടുത്ത് കാണിച്ചു തരും. ആദ്യം 1000-2000 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ചെറുത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ചെറുത് പ്രോഫിറ്റ് ആക്കും. അപ്പം നമുക്കൊരു വിശ്വാസം ഗെയിൻ ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, വലുതി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്താക്കും, അവരത് ബ്ലോക്ക് ചെയ്തിടും, ഹെഡ്ജ് ചെയ്ത് വെക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യുക, സെയിലും ബൈയും കൂടെ ഒരുമിച്ചാക്കി വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടിട്ട് പറയും ഈ പൈസ റിക്കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പൈസ കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് പൈസയും കൂടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം പിന്നെ അവർ സെയിം ഇത് തന്നെ ഇടും. പിന്നെ നമ്മളൊക്കെ മനസ്സിലാവും അയ്യോ ഇത് പറ്റിപ്പാണെന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നല്ല പൈസ അതിനകത്ത് പോയിട്ടുണ്ടാവും. ഇത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്, നമ്മൾ എക്സ്പെഷ്യലി ദുബായിൽ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ പറ്റിയിട്ടൊരു നല്ല വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും രോഷത്തോടുകൂടി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ പൈസ പോയതുകൊണ്ടാണ്. ആ ക്ലയൻറ്റിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർ വേറെ എന്താ പറയുക, ഒരു 20 മാസം എടുത്തിട്ടായിരിക്കും പുള്ളി ആ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും. 20 മാസം എന്ന് പറഞ്ഞാൽ 10,000 ദിർഹംസ് വെച്ച് മാറ്റി വെച്ചിട്ടായിരിക്കും ആ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പൈസയാണ് ഒരുത്തം പറ്റിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ആലോചിച്ചു. ഇനി ഇങ്ങനെയുള്ളൊരു സ്കാമിൽ ചെന്ന് നിങ്ങൾ ആരും ചെന്ന് പെടാൻ പാടില്ല. ഒരു കാര്യം വരുമ്പോഴത്തേക്കും 1000 വട്ടം ആലോചിക്കുക. അതുപോലെ തന്നെ 1000 പേരെടുത്ത് ചോദിക്കുക, 10,000 പേരെടുത്ത് ചോദിക്കുക, എന്നിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. ഒരു 100 ആയാലും 10,000 ആയാലും എന്നിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക.